ഇറാൻ സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ആകാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ എന്നതിനപ്പുറം ഏറ്റവും ചിലവേറിയ നഷ്ടം എന്ന് പറയുന്നതാകും ശരി. അമേരിക്കയുടെ ഏറ്റവും ചിലവേറിയ നിരീക്ഷണ ഡ്രോണുകളിൽ ഒന്ന് ഇറാനിൽ തകർന്നു വീണു. അമേരിക്കയുടെ ഏറ്റവും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളിൽ ഒന്നായ MQ-4C ട്രൈറ്റൺ ഡ്രോണാണ് പെട്ടെന്ന് യാതൊരു ആക്രമണവുമില്ലാതെ ആദ്യം പറക്കലിന്റെ ഉയരം കുറയുകയും പിന്നീട് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുകയുമായിരുന്നു. ഏകദേശം $240 മില്യൺ MQ-4C ട്രൈറ്റന്റെ ചിലവ്. അമേരിക്കയുടെ ഏറ്റവും ചിലവേറിയ ഡ്രോണുകളിൽ ഒന്നുകൂടിയാണ് ഇത്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും ചിലവേറിയ യുദ്ധവിമാനമാണ് F-35. അത്തരത്തിൽ 2 F-35 നിർമ്മിക്കുന്നതിനേക്കാൾ ചിലവാണ് ഒരു MQ-4C ഡ്രോണിന്. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏതാണ്ട് 2222 കോടി രൂപയാണ് ഒരു ട്രൈറ്റൺ ഡ്രോണിന്റെ വില. അമേരിക്കൻ നാവികസേനയ്ക്കാകെ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ് ഇത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 9 നടന്ന സംഭവം ഇപ്പോൾ അമേരിക്കൻ സേന സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇറാനുമായുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഉണ്ടായ ഈ സംഭവം മേഖലയിൽ വീണ്ടും ആശങ്കയ്ക്ക് വഴി തുറന്നിട്ടുമുണ്ട്. എന്നാൽ ഡ്രോൺ തകരാൻ കാരണം എന്താണ് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തിയ US നാവികസേന അതിന്റെ ഭാഗമായി ഹോർമൂസിന് സമീപം അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ പതിവ് നിരീക്ഷണത്തിൽ ഇരിക്കുമ്പോഴാണ് ട്രൈറ്റൺ ഡ്രോണിന് പെട്ടെന്ന് അപകടം സംഭവിച്ചത്. അപകടം നടക്കുന്ന സമയം VVP-E-804 എന്ന കോൾ സൈൻ ഉപയോഗിച്ചാണ് ഡ്രോൺ പറന്നിരുന്നത്. ഈ സമയം 50,000 അടി ഉയരത്തിലായിരുന്നത്രേ ഡ്രോൺ. പെട്ടെന്ന് ഡ്രോൺ കോഡ് 7700 പ്രക്ഷേപണം ചെയ്തു. ഇതിന് പിന്നാലെ 50,000 അടിയിൽ നിന്ന് 10,000 അടിയിലേക്ക് പറക്കൽ നില താഴ്ന്നു. പിന്നാലെ ഈ ഡ്രോൺ അപ്രത്യക്ഷമായി. കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന സംഭവം ഇപ്പോഴാണ് ഡ്രോൺ തകർന്നതായി US സേന സ്ഥിരീകരിച്ചത്. ആളില്ലാ വിമാനത്തിനുണ്ടായ വൻ നാശനഷ്ടം കണക്കിലെടുത്ത് നേവൽ സേഫ്റ്റി കമാൻഡ് ഇതിനെ ക്ലാസ് A വിഭാഗത്തിലുള്ള അപകടമായാണ് തരംതിരിച്ചിരിക്കുന്നത്. US യുദ്ധവകുപ്പിന്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അനുസരിച്ച് $2.5 മില്യൺ മുകളിലുള്ള ഏത് തകർച്ചയും ക്ലാസ് A വിഭാഗത്തിലുള്ള അപകടമാണ്. ഇവിടെ MQ-4Cയുടെ ചിലവ് ഏതാണ്ട് $240 മുതൽ $250 മില്യൺ വരെയാണ്. ഏപ്രിൽ 9 അപകടം നടന്ന ഉടൻ ആദ്യം US സേന ആരോപിച്ചിരുന്നത് ഡ്രോണിനെ ഇറാൻ വെടിവെച്ചിട്ടതാണ് എന്നായിരുന്നു. പിന്നീടാണ് ഡ്രോൺ തകർന്നു വീണതാണ് എന്ന് സ്ഥിരീകരിച്ചത്. US നാവികസേനയുടെ ഏറ്റവും കരുത്തനായിരുന്നു നോർത്ത്റോപ്പ് ഗ്രൂമൻ വികസിപ്പിച്ചെടുത്ത MQ-4C ട്രൈറ്റൺ. സമുദ്ര ഗതാഗതവും സൈനിക നീക്കങ്ങളും തത്സമയം നിരീക്ഷിക്കാൻ കഴിവുള്ള ഈ ഡ്രോണിന്റെ നഷ്ടം US സേനയ്ക്ക് വലിയ ആഘാതമാണ്. ദൈർഘ്യമേറിയ ദൗത്യത്തിനും വിപുലമായ സമുദ്ര നിരീക്ഷണത്തിനും ഉത്തമ പോരാളിയായിരുന്നു ഇത്. എന്നാൽ ഈ ഡ്രോൺ അപ്രത്യക്ഷമായ സ്ഥലം സുരക്ഷാ കാരണങ്ങളാൽ നാവികസേന ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇതാദ്യമായല്ല ഇറാൻ മേഖലയിൽ അമേരിക്കൻ ഡ്രോൺ തകർന്നു വീഴുന്നത്. 2019 സമാനമായ സംഭവത്തിൽ RQ-4A ഗ്ലോബൽ ഹോക്ക് ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടിരുന്നു. അതേസമയം ഇറാൻ യുദ്ധത്തിൽ ഇതുവരെ $720 മില്യൺ വിലമതിക്കുന്ന ഡ്രോണുകൾ ഇറാൻ മേഖലയിൽ തകർന്നു വീണതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ ഏപ്രിൽ 1 മുതൽ മാത്രം 24 MQ-9 റീപ്പർ ഡ്രോണുകൾ US-ന് നഷ്ടമായിട്ടുണ്ട്. ഒരു MQ-9 റീപ്പർ ഡ്രോണിന് ചിലവ് $30 മില്യൺ ആണ്. അതേസമയം താൽക്കാലിക വെടിനിർത്തലിനിടെ ഇറാൻ ഭൂഗർഭ മിസൈൽ ബേസുകൾ വീണ്ടും തുറക്കുന്നതായി സൂചിപ്പിച്ചുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നത് അമേരിക്കയെ അമ്പരപ്പിച്ചിട്ടുണ്ട്. നിരന്തരമായ ആക്രമണങ്ങൾക്കിടയിലും ഇത്തരം കേന്ദ്രങ്ങൾ ഇറാൻ പുനരാരംഭിക്കുന്നതായി ഡെയിലി മെയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 6 ആഴ്ചകളോളം നീണ്ട കനത്ത ബോംബാക്രമണത്തിലൂടെ തുരങ്കങ്ങളുടെ പ്രവേശന കവാടങ്ങൾ അടച്ചിടാൻ ശത്രുപക്ഷത്തുള്ള ഇസ്രയേൽ അമേരിക്ക സൈനിക സഖ്യത്തിന് ആയിട്ടുണ്ട്. എന്നാൽ യുദ്ധം താൽക്കാലികമായി നിർത്തിവെച്ച സമയം ഇറാൻ ഈ സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം പുനഃസ്ഥാപിക്കാൻ ഉപയോഗിക്കുകയാണ്. പുതിയ രഹസ്യാന്വേഷണ കണ്ടെത്തലുകൾ പ്രകാരം ഇറാൻ കേടുവന്ന മിസൈൽ ബങ്കറുകൾ വളരെ വേഗത്തിൽ കേടുപാടുകൾ തീർക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ ആക്രമണം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. US-ന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ തന്നെ ഇറാൻ ഇപ്പോഴും ഒരു വലിയ മിസൈൽ ശേഖരം നിലനിർത്തുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദീർഘകാല സംഘർഷം നിലനിർത്താനും യുദ്ധാനന്തര ചർച്ചകളിൽ സ്വാധീനം ചെലുത്താനും പ്രധാനപ്പെട്ട മിസൈൽ ശേഷികൾ സംരക്ഷിക്കുക എന്നതുമാണ് ഇറാന്റെ തന്ത്രം എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വളരെ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന കേന്ദ്രങ്ങളെ നശിപ്പിക്കാൻ ആവർത്തിച്ചുള്ള കൃത്യമായ ആക്രമണങ്ങളും തുടർച്ചയായ പ്രവർത്തനങ്ങളും ആവശ്യമാണ് എന്ന് വിദഗ്ധർ പറയുന്നു. പ്രത്യേകിച്ച് ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളുടെ വിപുലമായ ശൃംഖല കണക്കിലെടുക്കുമ്പോൾ പർവ്വത പ്രദേശങ്ങളുടെ ഉപയോഗം കൂടുതൽ സംരക്ഷണം നൽകുന്നുണ്ട്.
കട്ടിയുള്ള പാറകളുടെ പ്രതിരോധം ശക്തമായ പരമ്പരാഗത ആയുധങ്ങളുടെ ഫലപ്രാപ്തിയെ ഗണ്യമായി കുറയ്ക്കുന്നു. ഇറാന്റെ വിശാലമായ ഭൂമിശാസ്ത്രവും മറഞ്ഞിരിക്കുന്ന മിസൈൽ നഗരങ്ങളുടെ ശൃംഖലയുടെയും ഫലമായി അവശേഷിക്കുന്ന ലോഞ്ച് സംവിധാനങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്ക് കാര്യമായ ഫലം ലഭിക്കില്ല എന്ന് സൈനിക വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. US വ്യോമാധിപത്യം നിലനിർത്തുന്നുണ്ട് എങ്കിലും ഇറാന്റെ ശേഷികൾ പൂർണ്ണമായി നിർവീര്യമാക്കപ്പെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ US ഉപരോധം കടുപ്പിച്ചിരിക്കുകയാണ്. US ഉപരോധം വകവയ്ക്കാതെ ഇറാൻ തുറമുഖങ്ങളിലേക്ക് വരാനോ പോകാനോ ശ്രമിക്കുന്ന കപ്പലുകൾ തടയുകയും പിടിച്ചെടുക്കുകയും ചെയ്യുമെന്ന് US മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സഹകരിച്ചില്ലെങ്കിൽ സൈന്യത്തെ ഉപയോഗിക്കുമെന്നും US നാവികസേനയുടെ മുഴുവൻ അംഗങ്ങളും തയ്യാറായി നിൽക്കുകയാണ് എന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. USS എബ്രഹാം ലിങ്കണിലെ 5000-ഓളം നാവികരാണ് ഹോർമൂസ് ഉപരോധത്തിന് സജ്ജമായിരിക്കുന്നത്. അതേസമയം USന്റെ ഉപരോധ മുന്നറിയിപ്പ് തള്ളി ഇറാൻ രംഗത്തെത്തിയിട്ടുമുണ്ട്. ഇറാനെ ഉപരോധിക്കാനാകില്ലെന്നും ഹോർമൂസിലെ ഉപരോധം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബക്കായി വ്യക്തമാക്കി. ഉപരോധം തുടരാൻ തന്നെയാണ് ഭാവമെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടി കിട്ടുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. നയതന്ത്രം പരാജയപ്പെടുമ്പോൾ സമ്മർദ്ദതന്ത്രം പയറ്റുന്നത് ഫലം ചെയ്യുകയോ വിജയിപ്പിക്കുകയോ ഇല്ല എന്ന് ഓർക്കണമെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഹോർമൂസ് അടച്ചിട്ട് ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള പദ്ധതിക്കിടയിലും പ്രശ്നങ്ങൾക്ക് അതിവേഗം പരിഹാരം ഉണ്ടാകുമെന്ന് USന് ശുഭപ്രതീക്ഷയുണ്ട്. നാവിക ഉപരോധത്തിനിടയിലും ചൈനീസ് കപ്പലുകൾക്ക് അനുമതി നൽകിയതായി പറയപ്പെടുന്നു. ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. ഹോർമൂസ് വഴി കടന്നുപോകേണ്ട കപ്പലുകൾക്ക് ഒമാൻ സമുദ്രാതിർത്തിയിലൂടെ പോകാൻ അനുവദിക്കാമെന്ന് ഇറാൻ നിലപാടെടുത്തിട്ടുണ്ട്. അതിനിടെ സമാധാന ചർച്ചകൾക്കായി പാക് സേനാ മേധാവി അസിം മുനീർ ഇറാനിൽ എത്തിയിട്ടുമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ US ഇറാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് സൂചന. 2 ആഴ്ചത്തെ വെടിനിർത്തൽ നീട്ടാനുള്ള ശ്രമങ്ങളാണ് ഇരുവിഭാഗവും നടത്തുന്നത്. വെടിനിർത്തൽ ദീർഘിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. വെടിനിർത്തൽ ദീർഘിപ്പിക്കുമെന്ന സൂചന രാജ്യാന്തര തലത്തിൽ വിപണികളെ ഉയർത്തിയിട്ടുമുണ്ട്. യുദ്ധം അവസാനിച്ചാലും അതിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പുറത്തുകിടക്കാൻ മാസങ്ങൾ വേണ്ടിവരുമെന്നാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വെടിനിർത്തൽ തുടരുകയും ഹോർമൂസ് തുറക്കുകയും ചെയ്താലും തിരിച്ചടി മാറാൻ സമയമെടുക്കും. ഇറാൻ യുദ്ധത്തിൽ ഊർജ്ജ മേഖലയിൽ ഏതാണ്ട് $5800 കോടി നഷ്ടമുണ്ടായി എന്നാണ് കണക്കുകൂട്ടൽ. ഫെബ്രുവരി 28-ന് ശേഷം 80-ലധികം ഊർജ്ജ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നു. ഇതിൽ പലതിനും കാര്യമായ നാശനഷ്ടമുണ്ടായി. ഇത് പഴയ നിലയിലെത്താൻ സമയമെടുക്കുമെന്നാണ് വിവിധ രാജ്യാന്തര ഏജൻസികളുടെ മുന്നറിയിപ്പ്.